ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 50 ആണ്. ഉൽപ്പത്തി 50-ാം അധ്യായം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് എത്തിച്ചേർന്നിട്ടിടയിൽ തീർന്നു. ഇവിടെ യാക്കോബിൻ്റെ മൃതശരീരം യോസേഫും ബാക്കിയുള്ള മക്കളും അവരത് അടക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അത് യാക്കോബ് ആഗ്രഹിച്ചതുപോലെ തന്നെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയി തൻ്റെ അപ്പൻ്റെ അപ്പനും ഒക്കെയും അടക്കം ചെയ്ത ആ കല്ലറയിലേക്ക് തന്നെ, ആ കല്ലറയിലേക്ക് തന്നെ യാക്കോബിനെയും അവരടക്കുവാനായിട്ട് ഇടയായിരുന്നു. യാക്കോബിൻ്റെ ഇഷ്ടപ്രകാരം അവിടെ തന്നെ ഈജിപ്തിൽ അടക്കാതെ അവിടേക്ക് കൊണ്ടടക്കുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ കാണുന്നത് യോസേഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കരമായിട്ട് പേടിയുടെ ഒരവസ്ഥ അവിടെ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് യോസേഫിനെ ഫേസ് ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. കാരണം യാക്കോബ് മരിച്ചുപോയി. ഇനിയിപ്പം യോസേഫ് അവരോട് ഇനിയിപ്പം ആ ഒരു കോപത്തിൽ പെരുമാറുമോ, അല്ലെങ്കിൽ അവരെ ഇനി ശിക്ഷിക്കും. അപ്പനില്ലല്ലോ കാണുവാനായിട്ട്. അവർ വിചാരിച്ച അപ്പൻ്റെ നിമിത്തമായിരിക്കും യോസേഫ് അവരുടെ ക്ഷമ കാണിച്ചത് എന്ന് അവർ വിചാരിച്ചു. അപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആരും ഇല്ലല്ലോ, യോസേഫിന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, അവർ തന്നോട് ചെയ്തതുപോലെ തന്നെ വേണം യോസേഫിനും അവരോട് ചെയ്യാമല്ലോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ അവരത് നേരിട്ട് പറയാതെ അവർ വേറെ ആൾക്കാരെ വിട്ടാണ് അവിടെ പറയിച്ചത്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പക്ഷെ യോസേഫിന് അത് ഒരുപാട് വേദന അതിലൂടെ ഉണ്ടായി എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവരോട് യോസേഫ് ചെന്ന് ചോദിക്കുകയാണ്, ബ്രദേഴ്സിന് ചോദിക്കുകയാണ്, ഞാൻ ദൈവമാണോ, നിങ്ങളുടെ മേലെ വിധി നടപ്പാക്കുവാനായിട്ട് ഞാൻ ദൈവമാണോ എന്നുള്ളൊരു കാര്യമാണ് അവിടെ യോസേഫ് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ആരും ജഡ്ജ് ചെയ്യാനായിട്ട് ആർക്കെതിരായിട്ട് നമുക്ക് പകരം വീട്ടുവാനായിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ അതിനുള്ളൊരു അധികാരമുള്ളൂ. ഒരാളിപ്പം നമ്മളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ചിന്ത എന്താണ്? എങ്ങനെയാണ് അവർ റിട്ടാലിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. അവരോട് എങ്ങനെയാണ് പകരം ചോദിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. അവർ നമ്മളോട് തിന്മ ചെയ്ത് നമ്മൾ തിന്മയോടെ അല്ല അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. പകരം നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ മിണ്ടായിരിക്കുക. ആ ദൈവത്തിന് ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, വെഞ്ചൻസ് ഈസ് മൈൻ, ഐ വിൽ റീപേ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതികാരം കൊടുക്കുന്ന, അല്ലെങ്കിൽ ന്യായവിധി കൊടുക്കുന്ന ദൈവമാണ്. ദൈവം തന്നെ അത് തിരികെ കൊടുത്തുകൊള്ളും. നമ്മളതിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ളൊരു കാര്യം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടുത്തെ മെയിൻ കാര്യം അതുതന്നെയാണ്. നമ്മൾക്ക് തിരിച്ചാരെയും ഉപദ്രവിക്കാനോ തിരിച്ച് പകരം വീട്ടുവാനോട്ടോ തിരിച്ച് കണക്ക് ചോദിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും നമുക്കില്ല. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തുകൊള്ളും എന്നുള്ളൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യണം. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ഇതിനുശേഷം നമ്മൾ കാണുന്ന യോസേഫ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ അതങ്ങനെയാണ് അവസാനിക്കുന്നത്. യോസേഫിൻ്റെ മരണം കൊണ്ട് ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക് ദൈവത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും നമുക്കെതിരായിട്ട് ആർക്ക് പ്രവർത്തിച്ചാലും അവർക്കൊക്കെ എതിരെ നമ്മൾ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാതെ ദൈവം അതിനുള്ള മറുപടി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അതിന് യോസേഫിൻ്റെ ആ റെസ്പോൺസ്, നമുക്ക് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളല്ല ദൈവത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തുക. ആ ലെവലിലേക്ക് എത്തുവാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.